ഇന്നൊരു അറബിക് കഥ കേൾക്കാം. മന്ത്രവാദിനി. അറേബ്യയിൽ ഒരു ധനികനായ കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. കാലം വളരെ കഴിഞ്ഞിട്ടും അയാൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. അയാളും ഭാര്യയും കൂടി വളരെയേറെ നൊയമ്പുകൾ നോറ്റു, നേർച്ചകൾ നേർന്നു. എന്നിട്ടും കച്ചവടക്കാരൻ്റെ ഭാര്യ പ്രസവിച്ചില്ല. ഒരിക്കൽ കച്ചവടക്കാരൻ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ധാരാളം പണമുണ്ട്, മാളികകളും തോട്ടങ്ങളും കന്നുകാലികളുമുണ്ട്. നമ്മുടെ കാലം കഴിഞ്ഞാൽ ഇതെല്ലാം ആരാണ് അനുഭവിക്കുക? അയാളുടെ ഭാര്യ വിഷാദഭാവത്തിൽ അയാളെ നോക്കിയിരുന്നു. ഭാഗ്യവിപര്യത്തിൽ നെടുവീർപ്പെട്ടു. കച്ചവടക്കാരൻ വീണ്ടും പറഞ്ഞു, ഒരു കുഞ്ഞെങ്കിലും ഓമനിക്കാനില്ലാത്ത കുടുംബജീവിതം എത്ര ദുഃഖപൂർണമാണെന്ന് ഞാൻ അറിയുന്നു. നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവൻ ഈ മാളികത്തിണ്ണയിൽ ഓടി നടക്കുമായിരുന്നു, അച്ഛൻ്റെ തോളിൽ കയറുമായിരുന്നു, അമ്മയുടെ മടിയിൽ ഇരിക്കുമായിരുന്നു, കുണുങ്ങിച്ചിരിക്കുമായിരുന്നു, കുലുങ്ങിക്കരയുമായിരുന്നു, അതുമിതും വേണമെന്ന് പറഞ്ഞ് വിരലിൽ തൂങ്ങി നടക്കുമായിരുന്നു. ആവൂ, അതൊക്കെ ഓർമ്മിക്കുക തന്നെ എത്ര രസകരമാണ്. ഒരു ദിവസം കച്ചവടക്കാരൻ വീട്ടുവേലക്കാരിയുടെ മകനെ ദത്തെടുത്തു. അവൻ കാണാൻ സുന്ദരനും മിടുക്കനുമായിരുന്നു. സ്വന്തം മകനെ പോലെ കരുതി കച്ചവടക്കാരൻ അവനെ ലാളിച്ചു. അവന് നല്ല കുപ്പായങ്ങളും ആഭരണങ്ങളും വാങ്ങിക്കൊടുത്തു. വിശേഷങ്ങൾക്കും വിരുന്നുകൾക്കും അവനെ കൂടെ കൊണ്ടുപോയി. അതിഥികൾക്ക് അവനെ സ്വന്തം പുത്രനെന്ന് പരിചയപ്പെടുത്തി. അയാളുടെ ഭാര്യയ്ക്ക് ആ കുട്ടിയോട് അസൂയ തോന്നി. അവനോടും അവൻ്റെ അമ്മയോടും മൃഗീയമായി പെരുമാറി. ഒരിക്കൽ കച്ചവടക്കാരൻ കുറെ നാളത്തേക്ക് വെളിയിൽ പോയി. പോകുമ്പോൾ അയാൾ ഭാര്യയെ വിളിച്ചു ചട്ടം കെട്ടി. ഞാൻ മടങ്ങി വരുവോളം എൻ്റെ മകനെയും അവൻ്റെ അമ്മയെയും നീ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ഉള്ളിലെ രോഷം മുഴുവനും കടിച്ചമർത്തിക്കൊണ്ട് അയാളുടെ ഭാര്യ സൗമ്യഭാവത്തിൽ തലയാട്ടി സമ്മതം മൂളി. 3 മാസത്തെ കപ്പൽ യാത്രയ്ക്കു ശേഷം കച്ചവടക്കാരൻ മടങ്ങി വന്നു. അയാൾ വന്നയുടനെ മകനെയും അവൻ്റെ അമ്മയെയും അന്വേഷിച്ചു. അയാളുടെ ഭാര്യ പറഞ്ഞു, അയ്യോ കഷ്ടം, ആ വേലക്കാരി തള്ള അസുഖം മൂലം മരിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ആ കൊച്ചൻ നാട് വിട്ടുപോയി. എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷേ കണ്ടു കിട്ടിയില്ല. കച്ചവടക്കാരൻ ദുഃഖം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. ഓമനിച്ച മകൻ തന്നെ വിട്ടിട്ടു കടന്നു കളഞ്ഞല്ലോ. അയാളുടെ ഭാര്യ പറഞ്ഞു, ആരാൻ്റെയും മക്കളെ ഓമനിച്ചാല് ഇതാണ് ഫലം. ഏതോ വിശേഷം പ്രമാണിച്ച് കച്ചവടക്കാരൻ്റെ ഒട്ടേറെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വീട്ടിലേക്ക് വിരുന്നു വിളിച്ചു. വിഭവസമൃദ്ധവും സ്വാദിഷ്ടവുമായ വിരുന്നൊരുക്കാൻ ഏർപ്പാട് ചെയ്തു. വേലക്കാരനെ വിളിച്ച് അയാൾ പറഞ്ഞു, നീ വേഗം ഒരു നല്ല പശുവിനെ അഴിച്ചു കൊണ്ടുവരൂ. അതിനെ കൊന്ന് ഇന്നിറച്ചി വയ്ക്കണം. വേലക്കാരൻ ഒരു നല്ല പശുവിനെ അഴിച്ചു കൊണ്ടുവന്നു. പശു കച്ചവടക്കാരനെ കണ്ട് കണ്ണീരൊഴുക്കി. അത് കണ്ടപ്പോൾ കച്ചവടക്കാരൻ്റെ മനസ്സിളകി. അയാൾ കത്തി താഴെയിട്ട് വേലക്കാരനോട് പറഞ്ഞു, എന്നെ കണ്ട് കരയുന്ന പശുവിനെ ഞാൻ എങ്ങനെയാണ് കൊല്ലുക? നീ തന്നെ കൊന്നേക്കൂ. കച്ചവടക്കാരൻ പിന്തിരിഞ്ഞു. വേലക്കാരൻ പശുവിനെ കൊന്ന് ഇറച്ചിയൊരുക്കി. പക്ഷേ പ്രതീക്ഷിച്ചത്ര ഇറച്ചി ഉണ്ടായിരുന്നില്ല. അയാൾ കച്ചവടക്കാരനോട് പറഞ്ഞു, യജമാൻ, ഈ ഇറച്ചി നല്ലതല്ല, വേവിക്കാൻ മാത്രമില്ല താനും. കച്ചവടക്കാരൻ പറഞ്ഞു, ഒരു നല്ല കാളക്കുട്ടിയെ പിടിച്ചു കൊണ്ടുവരൂ, ഞാൻ തന്നെ കൊല്ലാം. കാളക്കുട്ടിയെയും കൊണ്ട് വേലക്കാരൻ വന്നു. കാളക്കുട്ടി കച്ചവടക്കാരൻ്റെ കാൽക്കൽ വീണു. അത് തലയുയർത്തി അയാളെ നോക്കി കരഞ്ഞു. അതിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കച്ചവടക്കാരൻ്റെ മനസ്സലിഞ്ഞു. അയാൾ പറഞ്ഞു, വേണ്ട, ഈ കാളക്കുട്ടിയെ കൊല്ലണ്ട. കച്ചവടക്കാരൻ്റെ ഭാര്യ നിർബന്ധിച്ചു. അതിനെ തന്നെ കൊന്നേക്കൂ, നല്ല കിടാവാണ്, ധാരാളം ഇറച്ചിയും ഉണ്ടാവും. പക്ഷേ കച്ചവടക്കാരൻ എതിർത്തു, ഇല്ല, അതിനെ കൊല്ലാൻ പാടില്ല. ഒരു ദിവസം വേലക്കാരൻ കാളക്കിടാവിനെയും അഴിച്ചുകൊണ്ട് മേയ്ക്കാൻ പോയിട്ട് മടങ്ങി വന്ന് കച്ചവടക്കാരനോട് പറഞ്ഞു, ഇന്ന് ഞാൻ കാളയെയും കൂട്ടി പോകുമ്പോൾ വഴിയിൽ ഒരു പെൺകുട്ടി പൊട്ടിച്ചിരിക്കുകയും പിന്നീട് കരയുകയും ചെയ്യുന്നത് കണ്ടു. ഞാൻ കാരണം അന്വേഷിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കയറിട്ട് കൊണ്ടു നടക്കുന്ന കാളക്കുട്ടിയെയല്ല, മനുഷ്യക്കുട്ടിയാണെന്ന്. കൂടുതൽ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അവൾക്ക് മാജിക് അറിയാം. ഈ കാളക്കുട്ടി അങ്ങയുടെ വളർത്തുമകനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊന്നത് അവൻ്റെ അമ്മയായിരുന്നു. അവരെ ഇങ്ങനെയാക്കിയത് അങ്ങയുടെ ഭാര്യയാണത്രേ. കച്ചവടക്കാരൻ അത്ഭുതത്തോടെ ഇത് മുഴുവനും കേട്ടിരുന്നു. പിന്നീട് വേലക്കാരനോട് ചോദിച്ചു, അവൾക്ക് ഈ കാളക്കുട്ടിയെ പഴയ മട്ടിൽ മനുഷ്യക്കുട്ടിയാക്കി മാറ്റാൻ കഴിയുമോ? കഴിയുമെന്നാണ് അവൾ പറഞ്ഞത്. വേലക്കാരൻ അറിയിച്ചു. കച്ചവടക്കാരൻ വേലക്കാരനുമൊത്ത് ആ മാജിക്കുകാരി പെൺകുട്ടിയുടെ അടുത്തെത്തി. അവൾ പറഞ്ഞു, ഞാൻ ഈ കാളക്കുട്ടിയെ പഴയ മട്ടിലാക്കാം, പക്ഷേ ഇവനെ കൊണ്ട് എന്നെ വിവാഹം ചെയ്യിക്കാമെന്ന് സമ്മതിക്കണം. കച്ചവടക്കാരൻ സമ്മതിച്ചു. മാജിക്കുകാരി കുറെ വെള്ളമെടുത്തു കൊണ്ടുവന്നു മന്ത്രം ചൊല്ലി കാളക്കുട്ടിയുടെ ശരീരത്തിൽ തളിച്ചു. പൊടുന്നനെ കാളക്കുട്ടി പഴയ മട്ടിൽ മനുഷ്യക്കുട്ടിയായി.
കച്ചവടക്കാരൻ തന്റെ വളർത്തുമകനെ ആവേശത്തോടെ കെട്ടിപ്പിടിച്ചു. മാജിക്കുകാരി പെൺകുട്ടി പറഞ്ഞു, എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. ഇവനെയും ഇവന്റെ അമ്മയെയും ദുർമന്ത്രവാദം മൂലം കാളയും പശുവുമാക്കി മാറ്റിയ നിങ്ങളുടെ ഭാര്യയെ ശിക്ഷിക്കണം. ഇതേ മട്ടിൽ ശിക്ഷിക്കണം. കച്ചവടക്കാരൻ അത് സമ്മതിച്ചു. പെൺകുട്ടി കച്ചവടക്കാരന്റെ ഭാര്യയെ ഒരു മാൻപേടയാക്കി മാറ്റി. പിന്നീട് അവൾ കച്ചവടക്കാരന്റെ മകനെ വിവാഹം ചെയ്തു. അവരെല്ലാം സുഖമായി താമസിച്ചു.